നമസ്കാരം സുഹൃത്തുക്കളെ, നമുക്കൊരു കാര്യം ചെയ്യാം. എക്സാമിന്റെ തലേദിവസമാകാനായി നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാം, ഒന്ന് ഓട്ടിച്ചിട്ട് എല്ലാ ഭാഗങ്ങളിലും കൂടി എല്ലാ കാര്യങ്ങളും പറയില്ല, വേണ്ടത് മാത്രം എല്ലാ മേഖലകളിലും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓട്ടിച്ചിട്ട് അങ്ങോട്ട് പോകാം. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നമുക്ക് ഫസ്റ്റ് എടുക്കാം. NHRC അല്ലേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമ്മൾ? 1993 ഒക്ടോബർ മാസം 12-ാം തീയതി നിലവിൽ വന്നു അല്ലേ. എല്ലാ കാര്യങ്ങളും പറയില്ല, വേണ്ടത് മാത്രമേ പറയുള്ളൂ കേട്ടോ. 1993 ഒക്ടോബർ 12-നാണ് വന്നത് അല്ലേ. കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടാകും? കമ്മീഷനിൽ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. കമ്മീഷനിൽ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യത്തെ ചെയർമാൻ ആരാണ്? രംഗനാഥ മിശ്രയാണ്. ആദ്യത്തെ ചെയർമാൻ ആരാണ്? രംഗനാഥ മിശ്രയാണ്. ഓക്കെ ആണല്ലോ, അത്രയും കാര്യങ്ങൾ അവിടെ ശരിയാണല്ലോ, പഠിച്ചു അല്ലേ. ഇനി നമുക്ക് അറിയണം, ഇപ്പോ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാ? ഇപ്പോ നാഷണൽ ഹ്യൂമൻ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? വിജയഭാരതി സയാനിയാണ്. ആരാണ്? ആക്ടിംഗ് ആണ് വിജയഭാരതി സയാനി ആണ്. ഓക്കെ, ആരാണ്? വിജയഭാരതി സയാനി. ദേശീയ മനുഷ്യാവകാശ ദിനം എപ്പോഴാ? ഡിസംബർ മാസം 10-ാം തീയതി. ദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ മാസം 10-ാം തീയതിയാണ്. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് ഈ കമ്മീഷൻ നിലവിൽ വന്നത്? 1993-ലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചിട്ടാണ്. 1993-ലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അതേപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ്. ആരാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്? പ്രസിഡന്റ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. 1993-ലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചിട്ടാണ് നിലവിൽ വന്നത്. ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇതൊക്കെ നോക്കണം. മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് നിലവിൽ വന്നത്. അവിടെ പഠിച്ചല്ലോ. ഇതിൽ എത്ര പേരാണ്? ഒരു ചെയർപേഴ്സൺ അല്ലേ, ഒരു ചെയർപേഴ്സൺ, പിന്നെ 5 അംഗങ്ങൾ. ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ, 7 ഡീംസ് അംഗങ്ങൾ. 7 ഡീംസ് അംഗങ്ങളാണ്. 7 ഡീംസ് അംഗങ്ങളും കൂടി ചേർന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ. 5 എന്താണ്? മുഴുവൻ സമയ അംഗങ്ങൾ. 7 ഡീംസ് അംഗങ്ങളുമാണ്. അതായത് 7 ഡീംസ് അംഗങ്ങൾ എന്ന് പറയുമ്പോൾ SC കമ്മീഷനിൽ നിന്നും, ST കമ്മീഷനിൽ നിന്നും, പിന്നോക്ക വിഭാഗ കമ്മീഷനിൽ നിന്നും, വുമൺ കമ്മീഷനിൽ നിന്നും, ബാലാവകാശ കമ്മീഷനിൽ നിന്നും, അങ്ങനെ ആ കമ്മീഷനിൽ നിന്നുള്ള അംഗങ്ങളെ ചേർന്നിട്ടുള്ള 7 ഡീംസ് അംഗങ്ങളാണ് ഇതിലുള്ളത്, മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്. മനുഷ്യാവകാശ കമ്മീഷൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷം എപ്പോഴാണ്? നമ്മളെപ്പോഴും മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 93 പഠിക്കും. അപ്പോൾ പാസ്സാക്കിയത് അതിന്റെ തൊട്ട് മുൻ വർഷമായിരിക്കും വിചാരിക്കും. അല്ല, 1993-ൽ തന്നെയാണ് പാർലമെന്റ് പാസ്സാക്കിയത് അല്ലെ. 1993-ലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നിയമം അനുസരിച്ചിട്ടാണ് 1993 ഒക്ടോബർ 12-ന് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ആദ്യത്തെ ചെയർമാൻ ആരാണ്? രംഗനാഥ മിശ്രയാണ്. തെറ്റിക്കരുത്. ഒരുപാട് പ്രാവശ്യം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്? രംഗനാഥ മിശ്രയാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെ വരും? മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ് വരിക? നമുക്ക് മനുഷ്യാവകാശ ലംഘനമായ പരാതി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടത്തണം, ജയിലുകളൊക്കെ സന്ദർശിക്കണം, മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടവയിലൊക്കെ ഗവേഷണം നടത്തുക. ഇതൊക്കെ എന്താണ്? അവരുടെ ഡ്യൂട്ടീസ് ആണ് കേട്ടോ. മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക, ജയിലുകൾ സന്ദർശിക്കുക, എന്നിട്ട് അതുപോലെ തന്നെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക കേട്ടോ. കേരളത്തിൽ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അലക്സാണ്ടർ തോമസ് ആണ്. ആരാണ്? കേരളത്തിലെ ആരാണ്? അലക്സാണ്ടർ തോമസ്. കേരളത്തിൽ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. കേരളത്തിലെ. അതേപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാ പറഞ്ഞു? ഞാൻ ഒന്നും കൂടി ഓർമ്മിക്കാൻ വേണ്ടി പറയണേ, ഡോക്ടർ രംഗനാഥ മിശ്രയാണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതി ഉണ്ടെങ്കിൽ അതിന് അന്വേഷണം നടത്താൻ ആർക്ക് അധികാരമുണ്ട്? കമ്മീഷന് അധികാരമുണ്ട്. 93-ൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമം അനുസരിച്ചിട്ടാണ് 93-ൽ കമ്മീഷൻ നിലവിൽ വന്നത്. അതേപോലെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ, 93 അതേപോലെ ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരായിരിക്കണം?
അപ്പൊ നമ്മൾ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്രയാണ് പറഞ്ഞു. ആക്ടിംഗ് ചെയർമാൻ വിജയഭാരതി സയാനി എന്ന് പറഞ്ഞു. ആരായിരിക്കണം ചെയർമാൻ പദവിയിൽ എത്തേണ്ടത്? സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ഏത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അതായത് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സുപ്രീം കോടതിയിൽ നിന്നുള്ള റിട്ടയർ ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജി ഉണ്ടാകുമല്ലോ, അവർക്കും എന്ത് ചെയ്യാം, കമ്മീഷനിൽ ചെയർമാൻ പദവി അലങ്കരിക്കാം കേട്ടോ. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി റിട്ടയർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജിക്കും എന്താകാം, മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാകാം, ചെയർമാൻ പദവി വഹിക്കാം. 1993 ഒക്ടോബർ മാസം 12-നാണ് വന്നത്. ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. തെറ്റിക്കേണ്ട കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ വിജയഭാരതി സയാനിയാണ് അല്ലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? വിജയഭാരതി സയാനി. ആക്ടിംഗ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചു വെക്കേണ്ട. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞ എത്ര അംഗങ്ങളാണ്? ഒരു ചെയർപേഴ്സണ് 2 അംഗങ്ങളുമാണ് കേട്ടോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ്. അതായത് 3 അംഗങ്ങളാണ് എന്നുള്ളത് അവിടെ പഠിച്ചു വെക്കണേ. 3 അംഗങ്ങളാണ് കേട്ടോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതേപോലെ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ, അതിൽ പ്രധാനപ്പെട്ട കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ അത് സെക്രട്ടറി ജനറൽ ആണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ അത് സെക്രട്ടറി ജനറൽ ആണ്. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഏതാണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് ഭരണഘടനാ സ്ഥാപനമല്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പൊ ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാ? മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് നമ്മൾ പറഞ്ഞു 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. ആ വർഷം മാസം ഡേറ്റ് ഏതാ? സെപ്റ്റംബർ മാസമാണ് കേട്ടോ. 1993 സെപ്റ്റംബർ 28 നിയമം അനുസരിച്ചിട്ട് 1993 സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ കമ്മീഷണർമാരും മെമ്പർമാരൊക്കെ ഉണ്ടല്ലോ, അവർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് കേട്ടോ. രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും നീക്കം ചെയ്യാനുള്ള അധികാരവും ഒക്കെ ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. ഓക്കെ, സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമാണ്? സർദാർ പട്ടേൽ ഭവൻ ഏതിന്റെ ആസ്ഥാനമാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് സർദാർ പട്ടേൽ ഭവൻ ട്ടോ. അതുപോലെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്, വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അല്ലെ, മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ് കേട്ടോ. കേന്ദ്ര സർക്കാർ വെരി ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. കാലാവധി എത്രയെന്നാ പറഞ്ഞത്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഓക്കെ, അതായത് ആദ്യം 5 വർഷം 70 വയസ്സായിരുന്നു. പക്ഷെ 2019 എന്ത് ചെയ്തു? ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഭേദഗതിയിലൂടെയാണ് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിട്ട് മാറിയത് കേട്ടോ. ഇനി അതേപോലെ തന്നെ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ മെമ്പർമാരൊക്കെ ഉണ്ടല്ലോ, അവരെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. ആ കമ്മിറ്റിയിൽ അതിന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർമാരുടെയും മെമ്പർമാരുടെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയാണ്. തെറ്റിക്കാൻ പാടില്ല. മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 93 ഒക്ടോബർ മാസം 12. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതേപോലെ തന്നെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. എങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും ട്ടോ. ദേശീയ തലത്തിൽ ഈ ചെയർമാനെയും കമ്മീഷണർമാരെയും അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്ന കമ്മിറ്റിയുടെ തലവൻ പ്രധാനമന്ത്രിയാണെങ്കിൽ അത് സംസ്ഥാനമാകുമ്പോൾ അത് ആരായി മാറും? മുഖ്യമന്ത്രി ആകും ട്ടോ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ നമ്മൾ പറഞ്ഞു 7 പേരാണ് പറഞ്ഞു. അതിൽ വനിതാ കമ്മീഷനിലും പട്ടികജാതിയിൽ നിന്നും പട്ടികവർഗത്തിൽ നിന്നും ബാക്ക്വേർഡിൽ നിന്നും വുമൻസിൽ നിന്നും ഒക്കെ എന്തുണ്ടാകും? അംഗങ്ങൾ ഉണ്ടാകും ട്ടോ. ആ 7 പേരിൽ എന്ന് പറയുന്നത്
ഇനി അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? അവിടെ രാഷ്ട്രപതിയാണ് അല്ലെ, ദേശീയ തലത്തിൽ. അപ്പൊ ഇവിടെ ആരായിരിക്കും? ഗവർണറാണ് കേട്ടോ. സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അപ്പൊ 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്ത് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. അടുത്ത് നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞു. അടുത്ത് നമുക്ക് വിവരാവകാശ കമ്മീഷനിലേക്ക് കടക്കാം. വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലെ. വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. 2005 വിവരാവകാശ നിയമം അനുസരിച്ചിട്ട് നിലവിൽ വന്നതാണ് ഇത് വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് കേട്ടോ. രാഷ്ട്രപതിയാണ് വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. അവിടെ പഠിച്ചു വെക്കണേ. 2005 വിവരാവകാശ നിയമം അനുസരിച്ചിട്ടാണ് നിയമം നിലവിൽ വന്നത്. അതുപോലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് വിവരാവകാശ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ്? രാജസ്ഥാനിലാണ് കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ്. രാജസ്ഥാനിലാണ്. എല്ലാം പ്രീവിയസ് ആണ്. അപ്പൊ ഇത് ഒന്നുകൂടി ഇമ്പോർട്ടന്റ് പറയാണ്. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. അതായത് മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടന അല്ലെ. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാ? കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ ആണ്. ആരാണ്? വി ഹരിനായർ ആണ് കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണറും ഉണ്ടാകും. അതേപോലെ തന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും ഉണ്ടാകും. 10-ൽ കുറയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. ഇവിടെ കുറയാത്ത എന്ന വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ 1, 10-ൽ കുറയാത്ത അംഗങ്ങളും ചേർന്നതാണ് വിവരാവകാശ കമ്മീഷനിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വിവരാവകാശ നിയമത്തിനായിട്ട് രാജസ്ഥാനിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. എപ്പോഴാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്? 2005-ലാണ്. തെറ്റിക്കരുത് കേട്ടോ. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാ? വിവരാവകാശ രൂപത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയത് PB സാവന്ത് ആണ്. ആരാണ്? PB സാവന്ത് ആണ് വിവരാവകാശ നിയമത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയത്. PB സാവന്ത്. 2005 നിയമം അനുസരിച്ചിട്ടാണ് അല്ലെ. ഈ 2005 വിവരാവകാശ നിയമം ജമ്മു കാശ്മീർ ഒഴികെയുള്ള മറ്റെല്ലാ ഭാഗങ്ങളിലും, അതായത് നമ്മുടെ ഇന്ത്യ എന്ന ഭാരതത്തില് ജമ്മു കാശ്മീർ ഒഴികെ മറ്റെല്ലാ ഭാഗങ്ങളിലും എന്തുണ്ട്? ഈ നിയമത്തിന് വ്യാപ്തിയുണ്ട് കേട്ടോ. 2005 വിവരാവകാശ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ എല്ലാ ഭാഗങ്ങളിലും എന്തുണ്ട്? വ്യാപ്തി ഉണ്ട്. അതുപോലെ വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള എന്തെങ്കിലും രഹസ്യ വിവരങ്ങളോ അല്ലെങ്കിൽ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഒഴിവാക്കുന്നുണ്ട്. വിദേശ സർക്കാരിൽ വിദേശ ഗവൺമെന്റ് ഉണ്ടാവില്ല, ഫോറിൻ ഗവൺമെന്റ്, അവിടെ നിന്ന് എന്തെങ്കിലും ഒരു രഹസ്യ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും വിവരാവകാശ നിയമം വഴി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല? ലഭിക്കില്ല. അതുപോലെ തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അല്ലെ, മുഖ്യ വിവരാവകാശ കമ്മീഷണറും അതേപോലെ തന്നെ 10-ൽ കവിയാത്ത അത്രയും വിവരാവകാശ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. പഠിച്ചല്ലോ. അപ്പൊ അവിടെ അതൊന്ന് നോക്കി വെക്കുക. അപ്പൊ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? 2005-ലാണ്. എവിടെയാണ് നടപ്പിലാക്കിയത്? രാജസ്ഥാനിലാണ്. പിന്നെ വിവരാവകാശ കമ്മീഷനെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരൊക്കെയാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ്, മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ വനിതകൾ ആരെല്ലാമാണ്? സുഷമാ സിംഗ്. ആരൊക്കെയാണ്? സുഷമാ സിംഗ്, ദീപക് സന്ധു. സുഷമാ സിംഗും ദീപക് സന്ധുവുമാണ്. ഓക്കെ ആണല്ലോ. അപ്പോ എത്ര വിവരാവകാശ കമ്മീഷണറെയാണ് നിയമിക്കാൻ കഴിയുക? 10 പേര് അല്ലെ. 10-ൽ കുറയാൻ പാടില്ല അല്ലെ, 10-ൽ കവിയാനും പാടില്ല. 10-ൽ കുറയാത്ത, 10-ൽ കവിയാത്ത. ഓക്കെ. അതേപോലെ പിന്നെന്തൊക്കെയാ? നമുക്ക് വിവരാവകാശ കമ്മീഷൻ 2005-ലാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതാ?
അതായത് ഇപ്പൊ നിങ്ങളോ അല്ലെങ്കിൽ ഞാനോ എന്ത് ചെയ്യാണ്, വിവരാവകാശ പ്രകാരം ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ആ അപേക്ഷ നിർദ്ദേശിക്കാൻ, അതായത് അത് തരാൻ പറ്റില്ല, കാരണം അത് രഹസ്യ വിവരങ്ങളാണ്, അതൊരിക്കലും പുറത്തുവിടാൻ കഴിയില്ല. അങ്ങനെ അത് നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് മക്കളെ 8 ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 8. ഏതാണ്? 8. അപ്പൊ ഏതാണ് നമ്മുടെ വിവരാവകാശ നിയമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച സംഘടന ഏതാണ്? മസൂർ കിസാൻ ശക്തി സംഘടൻ. മസൂർ കിസാൻ ശക്തി സംഘടൻ. തെറ്റിക്കാൻ പാടില്ല കേട്ടോ. ഇനിയിപ്പോ നമ്മളിപ്പോ ഒരു വിവരാവകാശം കൊടുക്കുകയാണ് അല്ലെ, ഒരു ഇന്ന കാര്യം വേണം എന്ന് പറഞ്ഞിട്ട് വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അറിയണം എങ്കിൽ നമ്മൾ ആർക്കാണ് കൊണ്ട് അപേക്ഷ കൊടുക്കേണ്ടത്? ഒന്നുമില്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ, PIO പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് APIO കേട്ടോ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് വിവരാവകാശ പ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാം. ഇപ്പോഴത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയലാണ്. ആരാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ? കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ V രാമസുബ്രഹ്മണ്യൻ കേട്ടോ. വിജയഭാരതി സയാനി ആക്ടിംഗ് ആയിരുന്നു, ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിരുന്നു. ഇപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ V രാമസുബ്രഹ്മണ്യനാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണെങ്കിൽ അത് രാജ്കുമാർ ഗോയലാണ്. ഓക്കെ ആണല്ലോ. എങ്കിൽ നമുക്ക് ഇനി അടുത്തത് മൗലിക ചുമതലകളിലേക്ക് കടക്കാം. മൗലിക ചുമതലകൾ എന്തൊക്കെയാണ്? മൗലിക ചുമതലകൾ പഠിക്കുക. നമുക്കറിയാം 1976 42ാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. അതായത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം, സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്നത്. 42ാം ഭേദഗതി കേട്ടോ. 42 മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42. മൗലിക ചുമതല, മൗലിക കടമ അല്ലെ, മൗലിക ചുമതലകൾ അല്ലെങ്കിൽ മൗലിക കടമ ഏത് ആശയത്തിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്? റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് അല്ലെ. റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഭരണഘടനയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഇത് കടമെടുക്കുന്നത്. പഠിച്ചു വെക്കണേ. 42ാമത്തെ ഭേദഗതി പ്രകാരം സോവിയറ്റ് യൂണിയനിലാണ്. അതേപോലെ ഏത് ഭാഗത്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പരാമർശിക്കുന്നത്? 4A ഏതിലാണ്? 4Aയിലാണ്. തെറ്റിക്കരുത് കേട്ടോ. 42ാം ഭേദഗതി എപ്പോഴും ചോദിക്കാറുണ്ട്. മൗലിക കടമകൾ 42ാം ഭേദഗതി 1976 ഭാഗം 4A. അതുപോലെ തന്നെ സ്വരൺ സിംഗ് കമ്മിറ്റി. ഓക്കെ. അതുപോലെ തന്നെ ഇന്ത്യയുടെ എന്തൊക്കെയാണ് മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ? ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും ഒക്കെ നിലനിർത്തുക, സംരക്ഷിക്കുക, പൊതുമുതൽ സംരക്ഷിക്കുക, ഹിംസ വർജിക്കുക. ഇതൊക്കെ എന്താണ്? മൗലിക കടമകളിൽ വരുന്ന കാര്യങ്ങളാണ്. മൗലിക കടമ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ഭാഗം 4Aയിലാണ്. ഭാഗം 4A. അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം എന്താണ്? അനുച്ഛേദം ഏതാണ്? 51A ആണ്. അനുച്ഛേദം ഏതാണ്? 51A. മൗലിക കടമ എന്ന് പറയുമ്പോൾ നമ്മുടെ ദേശീയ മൗലിക കടമ, നമ്മൾ ഓരോരുത്തർക്കും മൗലിക കടമകൾ നമ്മൾ പാലിക്കണം അല്ലേ. നമ്മുടെ ദേശീയ പതാക, നമ്മുടെ ദേശീയ ഗാനത്തെയൊക്കെ ആദരിക്കണം. നമ്മുടെ ഇന്ത്യയുടെ പരമാധികാരത്തെയും നമ്മുടെ ഐക്യത്തെയും നമ്മുടെ സമഗ്രതയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. അതുപോലെ അതിനെ സംരക്ഷിക്കണം. ഇതൊക്കെ എന്താണ്? മൗലിക കടമകളാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രങ്ങളെ വികസിപ്പിക്കണം, മാനവിക പുരോഗതി കൊണ്ടുവരാനും മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കലും ഇതൊക്കെ എന്താണ്? മൗലിക കടമകളിൽ വരുന്നതാണ്. മൗലിക കടമ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഭാഗം 4Aയിലാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. ആർട്ടിക്കിൾ ഏതിലാണ്? 1976 42ാം ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മൗലിക അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. അനുച്ഛേദം 51Aയിലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എത്ര മൗലിക കടമകളാണുള്ളത്? 11 മൗലിക കടമകളാണുള്ളത്. എത്ര മൗലിക കടമകളാണുള്ളത്? 11 മൗലിക കടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. എത്രയാണ്? 11 മൗലിക കടമകൾ. ഭാഗം 4Aയിലാണ്. ഭാഗം 4A റഷ്യൻ ഭരണഘടന അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് നോക്കാം കേട്ടോ. അടുത്തത് ഏതാണ്? മൗലിക അവകാശം. എന്താണ്
മൗലിക അവകാശങ്ങൾ അല്ലെ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ കിടക്കുന്നത്. എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടന അല്ലെ. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം USA അല്ലെ. USA-യിൽ നിന്നാണ് മൗലിക അവകാശം എന്ന ആശയം എന്ത് ചെയ്തിരിക്കുന്നത്? കടമെടുത്തിരിക്കുന്നത്. അമേരിക്ക 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യായവാദാർഹമാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ മൗലിക അവകാശം നമുക്ക് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും. ഒക്കെയാണല്ലോ. അതുകൊണ്ടാണ് മൗലിക അവകാശം എന്ന് പറയുന്നത് ന്യായവാദത്തിന് അർഹമാണ് എന്ന് പറയുന്നത്. അതുപോലെ ഈ 2002 ഉണ്ടല്ലോ, 2002 86ാമത്തെ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസത്തെ എന്ത് ചെയ്യുന്നത്? മൗലിക അവകാശമാക്കിയിട്ട് മാറ്റുന്നത്. 2002 86ാമത്തെ ഭേദഗതിയിലൂടെ വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റി. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തു. മനസ്സിലായി? 21 മാത്രമാണ് ഉണ്ടായിരുന്നത്. 21ന്റെ കൂടെ ഒരു A കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയൊരു ഭാഗം കൂടിയിട്ട് എന്ത് ചെയ്തു? ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ആ ഭാഗം കൂട്ടിച്ചേർക്കാൻ വേണ്ടി എന്താണ് ചെയ്തത്? 2002 86ാമത്തെ ഭേദഗതിയിലൂടെ വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിക്കൊണ്ടാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശം ഏത് എന്ന് ചോദിച്ചാൽ, കൂട്ടിച്ചേർത്തത് ഏത് എന്ന് ചോദിച്ചാൽ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർത്തത് എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തെയും, എന്നാൽ ഒഴിവാക്കിയത് ഏത് എന്ന് ചോദിച്ചാൽ ഒഴിവാക്കിയത് ഏതാണ്? ഒഴിവാക്കിയത് സ്വത്തവകാശം അല്ലേ. ഒഴിവാക്കിയത് ഏതാണ്? സ്വത്തവകാശത്തെയാണ് എടുത്ത് മാറ്റിയതും. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്താണ്? ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അംബേദ്കറാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. എന്തിനെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആണ് എന്തെന്ന് പറയുന്നത്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിക്കുന്നത്. ഇത് ഏതാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 32 ആണ്. നമ്മൾ പറഞ്ഞില്ലേ 12 മുതൽ 35 വരെ എന്ന് പറഞ്ഞില്ലേ. അതിൽ ആർട്ടിക്കിൾ 32 ആണ് ഹൃദയവും ആത്മാവും എന്ന് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 32 എന്താ പറയുന്നത്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അതേപോലെ തന്നെ അവസര സമത്വത്തെ കുറിച്ച് പറയുന്നത് ഏതാണ്? അവസര സമത്വം, മൗലികാവകാശങ്ങളിൽ അവസര സമത്വത്തെ കുറിച്ച് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 16 ആണ്. എന്നാൽ അയിത്ത നിർമാർജനത്തെ കുറിച്ച് പറയുന്നത് ഏതാണ്? അയിത്ത നിർമാർജനത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 17 ആണ് അല്ലെ. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോട് കൂടിയിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. അയിത്ത നിർമാർജനത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 17 ആണ്. എന്നാൽ നിയമത്തിന് മുന്നിൽ സമത്വത്തെ കുറിച്ച് പറയുന്നത് ഏതാണ്? നിയമത്തിന് മുന്നിൽ സമത്വത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 14 ആണ്. ഏതാണ്? ആർട്ടിക്കിൾ 14 ആണ്. ഇനി നമ്മുടെ ഈ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്കറിയാം, അത് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനാണ് നമ്മുടെ സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്നതാണ് ഏത്? റിട്ട് എന്ന് പറയുന്നത്. ഏതാണ്? റിട്ട് എന്ന് പറയുന്നത്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരവും റിട്ട് പുറപ്പെടുവിക്കും. ഹൈക്കോടതി 226 പ്രകാരവുമാണ് ഹൈക്കോടതികൾ എന്ത് ചെയ്യുന്നത്? റിട്ട് പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഇഷ്ടം പോലെ കോടതികളുണ്ട് അല്ലെ. മുനിസിപ്പൽ കോടതികളുണ്ട്, ക്രിമിനൽ കോടതികളുണ്ട്, കീഴ്ക്കോടതികളുണ്ട്, ജില്ലാ കോടതികളുണ്ട്, സംസ്ഥാന കോടതികൾ, അങ്ങനെ ഇഷ്ടം പോലെ കോടതികളുണ്ട് അല്ലെ. ഏത് കോടതികൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമില്ല. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ആ റിട്ട് പുറപ്പെടുവിക്കുന്നത് മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? റിട്ട് പുറപ്പെടുവിക്കുന്നത്. 5 തരം റിട്ടുകളാണ് ഉള്ളത്. എത്രയാണ്? 5 തരം റിട്ടുകളാണ് സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരം റിട്ട് പുറപ്പെടുവിക്കുമ്പോൾ ഹൈക്കോടതി ആർട്ടിക്കിൾ 226 പ്രകാരം റിട്ട് പുറപ്പെടുവിക്കുന്നു. എങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു, സുപ്രീം കോടതിക്കാണോ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം കൂടുതൽ? ഹൈക്കോടതിക്കാണോ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം കൂടുതൽ? ആർക്കാണ്? നമ്മൾ ഓടിച്ചെന്ന് പറയും സുപ്രീം കോടതി എന്ന എല്ലാ മക്കളെ, ഹൈക്കോടതിക്കാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം കൂടുതൽ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്?
നമുക്കറിയാം അല്ലെ, മാൻഡമസ് അല്ലെ, ഒരു റിട്ടാണ് എന്താണ് മാൻഡമസ് ഒരു റിട്ടാണ് ഏത് മാൻഡമസ് അല്ലെ. നമ്മൾ ഇപ്പോൾ നമ്മൾ ഏതാ ഫസ്റ്റ് പറയാ, ഹേബിയസ് കോർപ്പസ് അല്ലെ. ഏതാണ് ഫസ്റ്റ് ഏത് പറയും, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറന്റോ, അതുപോലെ തന്നെ പ്രൊഹിബിഷൻ, ഏതാണ് പ്രൊഹിബിഷൻ, സെർഷ്യോററി, ഏതാണ് സെർഷ്യോററി, ഇതൊക്കെ ഏതാണ്, ഈ 5 റിട്ടുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോടതികൾ പുറപ്പെടുവിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വേറെന്താ പഠിക്കാനുള്ളത്, ഈ നമ്മുടെ എന്താ പറയുക, സുപ്രീം കോടതി ഉണ്ടല്ലോ, ഈ സുപ്രീം കോടതി മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് എന്ന് പരാമർശിച്ചത് ഏത് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഏത് കേസിലാണ്, അതായത് മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഉണ്ടല്ലോ, ഈ രണ്ടെണ്ണവും എന്താണ്, ഒരു പൂരകമാണ്, അവ തമ്മിൽ വലിയ വിരുദ്ധതയൊന്നുമില്ല, വലിയ വ്യത്യാസമൊന്നുമില്ല, ഇത് രണ്ടും ഒന്നിനോടൊന്ന്, ഒന്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് എന്ന് പരാമർശിച്ചത് ഏത് കേസിലാണ്, കേശവാനന്ദ ഭാരതി കേസിലാണ്. ഏതിലാണ്, കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ്, കേശവാനന്ദ ഭാരതി ആൻഡ് കേരള സ്റ്റേറ്റ് കേസിലാണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു 5 റിട്ട് എഴുതിയിട്ടുണ്ട്, 5 റിട്ടിൽ ഞാൻ ഒരു കാര്യം പറയാം, ആ കാര്യം പറയുമ്പോൾ അത് ഏത് റിട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയാൻ പറ്റുമോ, എന്താണെന്ന്, അതായത് പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ, ശ്രദ്ധിക്കണേ, പൊതു സ്വഭാവമാണ്, വ്യക്തിപരമല്ല, പൊതു സ്വഭാവം എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്, അതിൽ കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ എന്ത് ചെയ്യുക, നിയമപരമായിട്ട് നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യ നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഇപ്പൊ നാളെ നിങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ, നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടാകും അല്ലെ, ആ ഡ്യൂട്ടി ചെയ്യാതെ, അതൊക്കെ എന്താണ്, പൊതു താല്പര്യങ്ങളാണ് അല്ലെ, അതൊന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ എന്ത് ചെയ്യും, റിട്ട് പുറപ്പെടുവിക്കും അല്ലെ, അവിടെ എന്താണ്, മാൻഡമസ് ആണ് അല്ലെ, അവിടെ എന്താണ്, മാൻഡമസ് റിട്ടാണ് പുറപ്പെടുവിക്കുക. അതുപോലെ തന്നെ നോക്കിക്കേ, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അത് ഏത് ആർട്ടിക്കിൾ ആണ് എന്ന് പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നതാണ്, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, ഏതാണ് ആർട്ടിക്കിൾ, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ ഏതാണ് ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 17 ആണ്. എങ്കിൽ ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം, ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷകൻ ആർട്ടിക്കിൾ 21 ആണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഏതാണ്, നമ്മളിപ്പോ പറഞ്ഞു, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A ആണ്. ഓക്കെ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതിനെയാണ്, ആർട്ടിക്കിൾ 32നെയാണ്. ഏതാണ്, ആർട്ടിക്കിൾ 32 ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയില് മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത നീക്കം ചെയ്തത് ഏതാണ്, സ്വത്തവകാശമാണ് അല്ലെ. സ്വത്തവകാശത്തെ 1978 44-ാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്തത്, സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് അതിനെ ഒരു നിയമാവകാശമാക്കിയിട്ട് മാറ്റിയത്. ഇനി അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കാൻ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്, അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കാൻ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഏതാണ്, ഹേബിയസ് കോർപ്പസ് ആണ്. ഓക്കെ ആണോ. ഇനി അതേപോലെ തന്നെ ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ്, ആർട്ടിക്കിള് സ്വാതന്ത്ര്യം, നമ്മുടെ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. 19 മുതൽ 22 വരെയാണ്. എങ്കിൽ സമത്വത്തിനുള്ള അവകാശം ഏതിലാണ് പറയുന്നത്, 14 മുതൽ 18 വരെയാണ്. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ്. എങ്കിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത്, മതസ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ഇനി നമുക്ക് വേറെ ഏതാ പഠിക്കാനുള്ളത്, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 23, 24 അല്ലെ, ഫോഴ്സ്ഡ് ലേബർ അല്ലെ, 23ഉം 24ഉമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ ആണോ. ഇനി
ഇനി നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് മൗലികാവകാശങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളത്? ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിൽ വരുന്നതാണ് അല്ലെ? ബാലവേല നിരോധനം ആർട്ടിക്കിൾ 24 കേട്ടോ. ബാലവേല ഏതാണ്? ആർട്ടിക്കിൾ 24. 21A എന്താ പറയുന്നത് മക്കളെ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് പറയുന്നത് അല്ലെ? മൗലികാവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ്? 3-ാം ഭാഗത്തിലാണ്. മൗലികാവകാശം അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്. 3-ാം ഭാഗത്തിലാണ് മൗലികാവകാശങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3-ാം ഭാഗത്തിലാണ്. തെറ്റിക്കാൻ പാടില്ല. അതേപോലെ ഈ സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി ഏതാണ്? 44-ാമത്തെ ഭേദഗതിയാണ് കേട്ടോ. അതേപോലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 19 നമ്മൾ പറഞ്ഞു അല്ലെ? അതിൽ ഏതാണ് പറയുന്നത്? 19-ല് സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ് അല്ലെ? 19-22 സ്വാതന്ത്ര്യം, 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട്, 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 19-ല് പറയുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 19-ല് പറയുന്നത് എന്താണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ? പഠിച്ചു വെക്കുക കേട്ടോ. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. അതൊക്കെ നമ്മൾ പറഞ്ഞു. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള വിദ്യാഭ്യാസത്തിനുള്ളത് 21A ആണ് പറഞ്ഞു. ഭരണഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഏതാണ്? ആർട്ടിക്കിൾ 32-ന് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണ് എന്ന് പഠിച്ചു. ഓക്കെ. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഉണ്ടോ? നമ്മുടെ ഇന്ത്യക്ക് ഒരു മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് 25 മുതൽ 28 വരെ. എങ്കിൽ ഇന്ത്യക്ക് ഔദ്യോഗികമായി മതം ഉണ്ടോ? ഇല്ല. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഏതാണ്? അനുച്ഛേദം 19-ലാണ് കേട്ടോ. അനുച്ഛേദം 19-ലാണ്. തെറ്റാൻ പാടില്ല. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭേദഗതി 2002-ലെ 86-ാം ഭേദഗതി ആർട്ടിക്കിൾ 21A ആണ്. ആർട്ടിക്കിൾ 21A ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സമത്വത്തിനുള്ള അവകാശമുണ്ട്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മുടെ മൗലികാവകാശത്തിന്റെ പ്രത്യേകതകളാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ മൗലികാവകാശം ന്യായവാദത്തിന് അർഹമാണ് കേട്ടോ. നമുക്ക് കോടതിയെ സമീപിക്കാം. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. അവിടെ അതൊക്കെ നോക്കുക. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ ആർക്കാണ് അധികാരമുള്ളത്? പാർലമെന്റിനാണ് കേട്ടോ. മൗലികാവകാശങ്ങളിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ പാർലമെന്റിനാണ്. ആർട്ടിക്കിൾ 368 പ്രകാരമാണ് ഭേദഗതി ചെയ്യുക കേട്ടോ. 368-ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഭേദഗതിയെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. ഭേദഗതി. ഓക്കെ. അപ്പോൾ എല്ലാ വകുപ്പുകളും നമ്മൾ മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ കേട്ടോ. 3-ാം ഭാഗത്തിൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ ആർട്ടിക്കിൾ 29-ഉം 30-ഉമാണ് കേട്ടോ. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 29 to 30 കേട്ടോ. അതേപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് നമുക്കറിയാം എമർജൻസി പ്രഖ്യാപിക്കാറുണ്ട് അല്ലെ? അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ എന്ത് ചെയ്യും? റദ്ദ് ചെയ്യും. അത് റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? അത് രാഷ്ട്രപതിക്കാണ് കേട്ടോ. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് കേട്ടോ. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് അനുസരിച്ചിട്ട് എന്ന് ചോദിച്ചാൽ അത് വകുപ്പ് 359-നാണ്. ഈ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം മനസ്സിലാകുന്നുണ്ടോ? ആർക്കാണ്? അടിയന്തരാവസ്ഥ കാലത്ത്. അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള വകുപ്പ് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. 359. അത് കാരണം കൂടെ ഏത് തരും? 358 തരും കേട്ടോ. 358 തരും. അവിടെ ശ്രദ്ധിക്കണം. 359 ആണ് കേട്ടോ. 359. തെറ്റാൻ പാടില്ല. ഇനി അതേപോലെ നമ്മുടെ റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കാന്ന് പറഞ്ഞു? നമ്മൾ പ്രസിഡന്റിന് എന്ന് പറഞ്ഞു അല്ലെ? റദ്ദ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനാണ് എന്ന് പറഞ്ഞു. പിന്നെ ഏതൊക്കെയാണ് നമുക്ക് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ഏരിയകൾ മാത്രമാണ് ഞാൻ ഒന്ന് റിവേഴ്സ് ചെയ്ത് പോകുന്നത്.
പിന്നെ ഈ പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേല് ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരമാർക്ക് അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനാണ്. എന്നാൽ ഓരോ പൗരന്മാരുടെയും ഇപ്പൊ നിങ്ങളാണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ നമ്മൾ ഓരോരുത്തരും അല്ലെ പൗരന്മാരാണ്. അവരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം പാർലമെന്റിനാണ്. ആർക്കാണ്? പാർലമെന്റിനാണ്. ആർക്കാണ്? പാർലമെന്റിനാണ്. അതുപോലെ തന്നെ മതം, ജാതി, വർഗം, ലിംഗം, നമുക്കറിയാം ഇതിന്റെ പേരിലാണ് ഒരുപാട് എന്ത് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തില് പ്രശ്നങ്ങൾ നേരിടുന്നത് അല്ലെ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൗരനും എന്ത് ചെയ്യാൻ പാടില്ല? മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വർഗത്തിന്റെ പേരിലോ ലിംഗത്തിന്റെ പേരിലോ ഒരു വിവേചനവും പാടില്ല എന്ന് പറയുന്നത് അനുച്ഛേദം ഏതാണ്? 15 ആണ്. ഏതാണ്? അനുച്ഛേദം 15 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലികാവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടന ആണിക്കല്ല്, ഇന്ത്യൻ ഭരണഘടന മാഗ്ന കാർട്ട. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്, അതായത് ഇല്ലാതാകുന്നത് എപ്പോഴാണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അടിയന്തരാവസ്ഥ കാലത്താണ് മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്. അടിയന്തരാവസ്ഥ കാലത്താണ്. അടിയന്തരാവസ്ഥ കാലത്താണ്. ഇനി മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാ? മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. ആരാണ്? സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് നമുക്ക് പൗരത്വത്തെ കുറിച്ച് നോക്കാം കേട്ടോ. പൗരത്വം ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 5 മുതൽ 11 വരെയാണ് ഇതിനെ കുറിച്ച് പറയുന്നത്? പൗരത്വത്തെ കുറിച്ചിട്ട് പറയുന്നത്. പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 5 മുതൽ 11 വരെയാണ്. ഓക്കെയാണോ? പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു. എപ്പോഴാണ്? 2019 കേട്ടോ. 2019 ഡിസംബർ മാസം 11-ാം തീയതിയാണ് പൗരത്വം ഭേദഗതി ചെയ്തുകൊണ്ട് നിലവിൽ വരുന്നത്. പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് 2019 ഡിസംബർ 11. ഇനി അതേപോലെ തന്നെ ഈ പൗരത്വ നമ്മുടെ ഇപ്പൊ ഭരണഘടനയിൽ ഓരോ റൂളുകൾ ഉണ്ടാവുമല്ലോ അല്ലെ. അത് പ്രകാരം നമുക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമായ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് അടിസ്ഥാനമായ മാനദണ്ഡങ്ങൾ? 1950 ജനുവരി 26 ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തിയായിരിക്കണം. അതുപോലെ മാതാ അല്ലെങ്കിൽ പിത ഇവരിൽ ഒരാള് ആരായിരിക്കണം? ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ തന്നെ 5 വർഷമോ അതില്ലെങ്കിൽ അതിലധികമോ 5 വർഷമോ അല്ലെങ്കിൽ അതിലധികമോ കാലമായിട്ട് ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആൾ ആയിരിക്കണം. ഇതൊക്കെയാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കേണ്ട വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. പൗരത്വത്തെ കുറിച്ച് 5-11 ആണ്. 5-11 തെറ്റാൻ പാടില്ല. 5-11 ഏത് ആർട്ടിക്കിൾ കിടക്കുന്നത്? ഏത് ഭാഗത്താണ്? നമ്മൾ മൗലികാവകാശം ഭാഗം 3 പറഞ്ഞില്ലേ? ഭാഗം 2 പൗരത്വത്തെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് കേട്ടോ. അതേപോലെ 1949 നവംബർ 26-ാം തീയതിയാണ് ഭരണഘടന അംഗീകരിക്കുന്നത് അല്ലേ? 1949 നവംബർ 26-ലെ ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നത്? അംഗീകരിക്കുന്നത്. ആ അംഗീകരിക്കുമ്പോൾ തന്നെ നിലവിൽ വന്ന ഒരു കാര്യമാണ് ഏത്? ഭരണഘടനയിലെ പൗരത്വം എന്ന ആശയം കടന്നു വന്നിട്ടുണ്ട്. പൗരത്വം എന്ന ആശയം എവിടെ നിന്ന് എപ്പോഴാണ്? 1949 നവംബർ 26-ന് തന്നെ ഭരണഘടന അംഗീകരിക്കുമ്പോൾ തന്നെ പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ 1893 നമ്മുടെ ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ചിട്ടൊക്കെ വളരെയധികം ആകൃഷ്ടയായിട്ട് നമ്മുടെ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആരെന്ന് പറയുന്നത്? ആരാണ്? അത് ആനി ബസന്റ് ആണ് കേട്ടോ. ആനി ബസന്റ് ആണ്. പ്രീവിയസ് ചോദ്യമാണ്. 1893 ഇന്ത്യൻ പൗരത്വത്തിൽ ആകൃഷ്ടയായിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതൊക്കെയാണ്? നമുക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും. ആ നഷ്ടമാകുന്ന 3 രീതികൾ ഏതൊക്കെയാണ്? ഒന്ന് പരിത്യാഗം. 2 പൗരത്വ അപഹാരം. ഏതാണ്? പൗരത്വ അപഹാരം. 3 ഏതാണ്? നിർത്തലാക്കൽ. ഏതാണ്? നിർത്തലാക്കൽ. ഇതാണ് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ ഭാഗം 2 കടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭാഗം 2 ഓക്കെ ആണല്ലോ? അടുത്ത
നമുക്ക് പ്രിയാമ്പിൾ നോക്കാം, ആമുഖം നോക്കാം കേട്ടോ. നമ്മുടെ ഭരണഘടനയിലെ ആമുഖം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രിയാമ്പിൾ ആണ് അല്ലേ. ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ താക്കോൽ എന്ന് അറിയപ്പെടുന്നതും ഏതാണ്? ആമുഖമാണ്. ഭരണഘടനയുടെ താക്കോൽ, അതുപോലെ തന്നെ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ, ഐഡന്റിറ്റി കാർഡ്, തിരിച്ചറിയൽ രേഖ എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഓക്കെ അല്ലോ. ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടന ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നീ ആശയങ്ങളെല്ലാം ഇതിൽ കിടക്കുന്നുണ്ട്? ആമുഖത്തിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആമുഖത്തിൽ പറയുമ്പോൾ ആമുഖം ആരാണ് എഴുതി തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. ജവഹർലാൽ നെഹ്റു ആണ്. അത്രയും കാര്യങ്ങളൊക്കെ ആമുഖത്തെ കുറിച്ചിട്ട് പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ആരാണ്? KM മുൻഷിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തു? ഒരു തവണ കേട്ടോ. ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തു? ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തത്. ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തത്. 1976 42ാമത്തെ ഭേദഗതി ആയിരുന്നു കേട്ടോ. ആ സമയത്ത് ആരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി? നമ്മുടെ ഇന്ദിരാഗാന്ധിയും ആ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. ഓക്കെ ആണല്ലോ. ഇതാണ് ഭരണഘടന നിർമ്മാണ സഭ. ഭരണഘടന നിർമ്മാണ സഭ. എന്തൊക്കെയാണ് നമ്മൾ ഭരണഘടന നിർമ്മാണ സഭയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്? ഭരണഘടന നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരെന്ന് ചോദിക്കാറുണ്ട് അല്ലെ. ഭരണഘടന നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതായത് 1946 ഡിസംബർ മാസം 11-ാം തീയതിയാണ് അദ്ദേഹത്തിന് സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത്. എന്നാൽ താൽക്കാലിക അധ്യക്ഷനായിട്ട് സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുത്തു. എപ്പോ? സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുക്കുന്ന 1946 ഡിസംബർ മാസം 9-ാം തീയതിയാണ്. മനസ്സിലായോ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ്. ആ സമ്മേളനം കഴിഞ്ഞിട്ട് ഡിസംബർ 6-നാണ് ആദ്യ സമ്മേളനം നടക്കുന്നത്. ഡിസംബർ 9-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? താൽക്കാലിക അധ്യക്ഷനായിട്ട് സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുത്തു. ഡിസംബർ 11-ാം തീയതി എന്ത് ചെയ്തു? സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയും തെരഞ്ഞെടുത്തു. ഇനി ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാ? ഇനി കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ് കേട്ടോ. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, ഡ്രാഫ്റ്റിംഗ് ആരാണ്? ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ്. പഠിക്കണേ കേട്ടോ. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഓക്കെ ആണല്ലോ. അതുപോലെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ പറഞ്ഞത്? BR അംബേദ്കർ ആണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 6 മൗലിക അവകാശങ്ങളുണ്ട്, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാ പറഞ്ഞത്? രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലെ. രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമാകുന്നതിന് കാരണമായ മിഷൻ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ക്യാബിനറ്റ് ആണ് അല്ലെ. ക്യാബിനറ്റ് മിഷൻ ആണ് അല്ലെ. ഏതാണ്? ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമാകാനുള്ള കാരണം എന്താണ്? ക്യാബിനറ്റ് മിഷന്റെ വരവോട് കൂടിയിട്ടാണ് അല്ലെ. ആ ക്യാബിനറ്റ് മിഷനിലെ അംഗമായിരുന്നവർ ആരൊക്കെയാണ്? ഒന്ന് സ്റ്റഫോർഡ് ക്രിപ്സ് അല്ലെ. ആരാണ്? സ്റ്റഫോർഡ് കേട്ടോ. സ്റ്റഫോർഡ് ക്രിപ്സ്. പിന്നെ ആരാണ്? AV അലക്സാണ്ടർ അല്ലെ. AV അലക്സാണ്ടർ. പിന്നെ പെത്വിക് ലോറൻസ്. ആരാണ്? പെത്വിക് ലോറൻസ്. ഈ 3 പേരായിരുന്നു ഇതിലെ ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്ന. AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ്. ഓക്കെ, ക്യാബിനറ്റ് മിഷനിലെ അംഗമായിരുന്നവരാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാ? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? BR അംബേദ്കർ ആണ് അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരെന്ന് ചോദിച്ചാൽ അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്നാ?
ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്നാണ്? നവംബർ മാസം 26 കേട്ടോ. ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്നാണ്. ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്നാണ് നവംബർ മാസം 26. നവംബർ മാസം 26 ആണ് കേട്ടോ. ഇനി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. സ്ഥിരം അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 46 ഡിസംബർ മാസം 6-നാണ് കേട്ടോ. സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. എന്നിട്ട് ആദ്യത്തെ സമ്മേളനം നടന്നത് ഡിസംബർ 9-നാണ് കേട്ടോ. ആദ്യ സമ്മേളനം ഒന്ന് തിരുത്തി പഠിക്കണേ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 46 ഡിസംബർ 6. 46 ഡിസംബർ 9-ന് എന്ത് ചെയ്തു? ആദ്യത്തെ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള വ്യക്തി ആയിരുന്നു സച്ചിദാനന്ദ സിൻഹ. അതുകൊണ്ട് അദ്ദേഹത്തിന് താൽക്കാലിക അധ്യക്ഷനാക്കി. 9 കഴിഞ്ഞ് 11-ാം തീയതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എന്ത് ചെയ്തു? സ്ഥിര അധ്യക്ഷനാക്കിയിട്ട് കേട്ടോ. ആ ഡിസംബർ 9 എന്ന് പറയുമ്പോൾ ഇത് എവിടെയായിരുന്നു? ഡൽഹിയിലായിരുന്നു കേട്ടോ. എവിടെയാണ്? ഡൽഹിയിലാണ്. ഇനി അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? BR അംബേദ്കർ ആണ്. പിന്നെ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാ? ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ. അതേപോലെ തന്നെ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യ. എഴുതപ്പെട്ട ഭരണഘടനയാണ് അല്ലേ? അതുപോലെ തന്നെ ബ്രസീല്, ഓസ്ട്രേലിയ, ഇവരുടെയൊക്കെ എന്താണ്? എഴുതപ്പെട്ട ഭരണഘടനയാണെങ്കിലും ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി മാസം 26-നാണ് അല്ലേ? എന്നാൽ അംഗീകരിക്കുന്നത് അല്ലേ, ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നത് 1949 നവംബർ മാസം 26-ാം തീയതി കഴിഞ്ഞ് 50 ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഈ പൗരത്വത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടതാണ്. നമ്മുടെ പൗരത്വമില്ലേ, നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ എത്ര തരം പൗരത്വമുണ്ട്? ഏക പൗരത്വമാണ് കേട്ടോ. ഇന്ത്യയിൽ ആകെ ഒരേ ഒരു പൗരത്വം മാത്രമേ ഉള്ളൂ. ഏക പൗരത്വമാണ്. അത് ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. പൗരത്വം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അത് തെറ്റിക്കാൻ പാടില്ല. അതുപോലെ നമ്മൾ ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? പാർലമെന്ററി ഭരണ സമ്പ്രദായം, നിയമവാഴ്ച, ഇതൊക്കെ എന്താണ്? നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ട സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുമ്പോൾ നമ്മളറിയാം ലിഖിത ഭരണഘടനയാണ് അല്ലേ? ലിഖിതം പറഞ്ഞാൽ എന്താണ്? എഴുതപ്പെട്ട ഭരണഘടനയാണ്. നമുക്ക് മൗലിക അവകാശങ്ങളുണ്ട്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥകളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടും എന്താണ്? ഒരു പ്രത്യേകതയാണ് അല്ലേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഭരണഘടനാ ദിനം പഠിക്കണം നവംബർ 26 കേട്ടോ. നവംബർ 26 പഠിക്കണം. നമുക്കിനി അടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നോക്കാം. എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ നോക്കിയത്? ഭരണഘടനാ നിർമ്മാണ സഭ നോക്കി, ആമുഖം നോക്കി, പിന്നെ മൗലിക അവകാശങ്ങൾ നോക്കി, മൗലിക കടമകൾ നോക്കി, പൗരത്വം നോക്കി, മനുഷ്യാവകാശ കമ്മീഷൻ നോക്കി, വിവരാവകാശ കമ്മീഷൻസ് പഠിച്ചു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്തു വന്നു. ഇനി നമുക്ക് മാർഗനിർദ്ദേശക തത്വങ്ങൾ കൂടിയിട്ട് നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ. ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് മഹാത്മാഗാന്ധിയാണ് കേട്ടോ. ആരാണ്? മഹാത്മാഗാന്ധിയാണ്. എത്ര മുതൽ ആർട്ടിക്കിൾ? 36 മുതൽ 51 വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ പറയുന്നത്. 36 to 53. മാർഗനിർദ്ദേശകൾ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ത് ചെയ്യുന്നത്? കടംകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇത് ന്യായവാദത്തിന് അർഹമല്ല കേട്ടോ. കോടതിയെ സമീപിക്കാനൊന്നും പറ്റില്ല. ന്യായവാദത്തിന് അർഹമല്ല. കോടതിയെ സമീപിക്കാൻ നമുക്ക് ആകില്ല. ഓക്കെ ആണല്ലോ. അതുപോലെ കോടതിയെ സമീപിക്കാനാവില്ല. കോടതിയെ സമീപിക്കാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ. ഏതാണ്? അത് മൗലിക അവകാശമാണ് കേട്ടോ. മൗലിക അവകാശമാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ നമ്മൾ 36 മുതൽ 51 വരെ എന്ന് പറഞ്ഞു. ഭാഗം ഏതിലാണ്? 4-ലാണ് കേട്ടോ. ഭാഗം 4-ലാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നത്. 4A-യിലാണ് മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്. മൗലിക കടമകൾ 4A-യിലാണ്. ഓക്കെ, ഭാഗം 4-ലാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. അതേപോലെ ഓരോരോ ആർട്ടിക്കിളുകളൊക്കെ ഉണ്ട് നമുക്ക് ഇതില് മാർഗനിർദ്ദേശക തത്വങ്ങളില്. അപ്പോൾ ഈ അടുത്തൊരു ചോദ്യം ചോദിച്ചതാണ്, ഈ അന്താരാഷ്ട്ര തർക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
ഈ അന്താരാഷ്ട്ര തർക്കങ്ങൾ നടക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യണം? എന്തും ഒത്തുതീർപ്പാക്കാൻ അവിടെ ഒരു മധ്യസ്ഥം വേണം അല്ലേ? അങ്ങനെ അന്താരാഷ്ട്ര തർക്കങ്ങൾ ഉള്ള സമയത്ത് മധ്യസ്ഥം വഴിയിട്ട് ഒത്തുതീർപ്പാക്കാൻ രാജ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 51-4 കേട്ടോ. അത് ചോദിച്ച ചോദ്യമാണ്. 2025 ചോദിച്ച ചോദ്യമാണ് 51-4 കേട്ടോ. ഏതിലാണ്? 51-4. അതുപോലെ തന്നെ ഈ ഏകീകൃത സിവിൽ കോഡ് പറയുന്നുണ്ടല്ലോ. ഏകീകൃത സിവിൽ കോഡ് അത് ഏതിലാ വരുന്നത്? ഏകീകൃത സിവിൽ കോഡ് ആർട്ടിക്കിൾ 44 അല്ലേ? ആർട്ടിക്കിൾ 44 ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. 36 മുതൽ 51 വരെ ഏകീകൃത സിവിൽ കോഡ് അല്ലേ? ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ ആർട്ടിക്കിൾ നമുക്കറിയാം 36 മുതൽ 51 വരെ എന്നുള്ളത് പഠിക്കണം. അപ്പോൾ സാധാരണ എങ്ങനെയെന്നറിയാം ചോദിക്കുക, ആർട്ടിക്കിൾ 39 ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 44 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 51 ഭരണഘടനയിലെ ഏതു ഭാഗത്താണ് എന്നൊക്കെ പറയും. അതായത് താഴെ ഓപ്ഷൻ മൗലിക അവകാശങ്ങൾ, മൗലിക കടമ, മാർഗനിർദ്ദേശക തത്വം എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്നുള്ളത് പഠിക്കണം. പിന്നെ നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉണ്ടല്ലോ, ഈ ഗാന്ധിയൻ ആശയങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു മഹാത്മാഗാന്ധിയാണ് ഉൾപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. ഗാന്ധിയൻ ആശയങ്ങളിലാണ് ഈ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കല്, ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്, മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുടിൽ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കല്, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കല്, ഈ ലഹരി വസ്തുക്കൾ നിരോധിക്കല്, ലഹരി വസ്തു നിരോധനം, ഇതൊക്കെ ഏതിലാണ് പറയുന്നത്? ഗാന്ധിയൻ ആശയങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഒരു മാർഗനിർദ്ദേശക തത്വം എന്ന് പറയുമ്പോൾ തന്നെ അതിന് മെയിൻ ആയിട്ടൊരു സെന്റൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതൊരു പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിക്കണേ, ക്ഷേമരാഷ്ട്രമാണ് കേട്ടോ. ഏതാണ്? ക്ഷേമരാഷ്ട്രം. എന്താണ്? ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായമാകുന്ന ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഇത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. തെറ്റിക്കാൻ പാടില്ല മക്കളെ. നമ്മുടെ ഗാന്ധിജിയുടെ ആശയങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പ്രധാനമായിട്ടും ഉള്ളത്. പിന്നെ എന്താ പഠിക്കാനുള്ളത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ചിട്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മള് ഒരു ഫൈനൽ ടച്ച് ഭരണഘടന. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് നമ്മൾ ഭരണഘടന എന്ത് ചെയ്തു? ഒറ്റ ഓട്ടം പോയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നാളെയും മറ്റന്നാളും ഇതേപോലെ എന്ത് ചെയ്യാം? വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കൂടിയിട്ട് നമുക്ക് ഇതേപോലെ ഇന്നിപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ തീർക്കുക, അതുപോലെ ഇങ്ങനെ ഓരോ മൊഡ്യൂൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഒരു മെഗാ റിവിഷൻ തന്നെ ചെയ്തു പോവുക കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ, കൂളായിട്ടിരിക്കുക. നിങ്ങളൊക്കെ സെറ്റാണ്. നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാകും? ടെൻഷൻ അടിക്കുന്നുണ്ടാവും. അയ്യോ എക്സാം ആയി, അങ്ങനെയായി, ഇങ്ങനെ. ചിലപ്പോൾ ഓഗസ്റ്റ് 1-നായിരിക്കാം അടുത്ത ഘട്ടം ഉള്ളവരുണ്ടാകും. ലാഗ് ചെയ്യാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം.